കർണാടകയ്ക്ക് തൊട്ടു പിന്നാലെ ഗുജറാത്തിലും HMV വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയൊരു വിവരം കൂടി വരുന്നുണ്ട്. 2 മാസം പ്രായമുള്ള കുഞ്ഞിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, ഇപ്പോൾ കർണാടകയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിലും രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുഞ്ഞിലാണതും സ്ഥിരീകരണമായി വരുന്നത്. വിദേശത്തേക്ക് പോയ പശ്ചാത്തലമോ മറ്റോ ഉള്ള ആളാണോ ഇവരുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് എന്താണ് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് അർജുൻ? വിദേശയാത്രാ പശ്ചാത്തലം ഈ കേസിലും ഇല്ല എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. 2 മാസം പ്രായമുള്ള കുഞ്ഞാണ്. അഹമ്മദാബാദിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ചന്ദ്ഖേല എന്ന് പറയുന്ന മേഖലയിലാണ്. അവിടെ അഹമ്മദാബാദിൽ തന്നെ അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമില്ല. ദിനം പ്രതി പുരോഗമിച്ചു വരികയാണ്. പുരോഗതിയുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചെന്നുള്ള കാര്യമാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നടക്കം ആ പരിസരത്ത് നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിലൊരു ഔദ്യോഗികമായിട്ടൊരു വാർത്താക്കുറിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഗുജറാത്ത് ആരോഗ്യ മന്ത്രാലയം അതുപോലെ തന്നെ ആരോഗ്യ അധികൃതർ ഈ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ പുറത്തിറക്കാനുണ്ട്. അല്പം മുൻപാണ് ആദ്യത്തെ 2 കേസുകൾ കർണാടകയിൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ 3ാമത്തെ കേസ് എന്നുള്ള കാര്യം പറയുന്നത്. അതും കുഞ്ഞു തന്നെയാണ്. 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. കുഞ്ഞുങ്ങളിൽ ഈ ഒരു രോഗബാധ അത് വളരെ കൂടുതൽ തോതിൽ തന്നെ വരുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ ഏതൊരു സാഹചര്യം, അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തന്നെ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അല്പസമയം മുൻപ് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. അതായത് നിലവിൽ ഈ ന്യൂമോണിയോ അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസ മറ്റ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊന്നും പെട്ടെന്നൊരു വർധനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. മറിച്ച് എന്ത് ഒരു സാഹചര്യം ഉണ്ടെങ്കിലും, എന്ത് അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് നേരിടാൻ തക്കവണ്ണമുള്ള എല്ലാ സജ്ജീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ശരി അർജുൻ പീതാംബരനാണ് ഗുജറാത്തിലെ രോഗബാധ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.